റിയാസ് മൗലവി വധക്കേസിൽ 3 പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടുള്ള വിധിയാണ് വന്നത്. ഞെട്ടിപ്പിക്കുന്ന വിധിയാണ്. ആ വിഷയത്തിൽ പ്രോസിക്യൂഷനും പോലീസിനും വലിയ വീഴ്ച സംഭവിച്ചു എന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ നമുക്കൊപ്പം പ്രോസിക്യൂട്ടർ ടി ഷജിത് തന്നെ ചേരുന്നുണ്ട്. എവിടെയാണ് വീഴ്ച സംഭവിച്ചത്? ഒരു തരത്തിലുള്ള വീഴ്ചയും പ്രോസിക്യൂഷനും പോലീസിനും സംഭവിച്ചിട്ടില്ല. വീഴ്ച സംഭവിച്ചു എന്നത് ചില രാഷ്ട്രീയ പാർട്ടിക്കാരുടെ മനഃപൂർവ്വമുള്ള പ്രസ്താവനകൾ മാത്രമാണ്. ഒന്നാമത് ഈ വീഴ്ച സംഭവിച്ചു എന്ന് പറയുന്ന ആളുകൾ ഒരിക്കലും ഈ റിയാസ് മൗലവി കേസിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ അവർ പ്രസ്താവനകൾ നടത്തുകയാണ്. നമ്പർ 1, റിയാസ് മൗലവി കൊല്ലപ്പെട്ടു എന്നുള്ള വസ്തുത അവർക്കറിയാം. 3 പ്രതികൾ അറസ്റ്റ് ചെയ്തു എന്നറിയാം. അവരെ ഇന്നലെ കോടതി കുറ്റവിമുക്തരാക്കി എന്നും അറിയാം. അതിൽ കൂടുതൽ ഒന്നും അറിയാതെ നടത്തുന്ന പ്രസ്താവനകളാണ് വീഴ്ച പറ്റിയെന്ന്. 3 പ്രതികളെയും വെറുതെ വിട്ട നടപടി സ്വാഭാവികമായിട്ടും അത്തരമൊരു ആക്ഷേപത്തിന് ശക്തി പകരുന്നതല്ലേ? ആക്ഷേപം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യ രാജ്യത്തെ ഏത് കോടതിയും പ്രതികളെ വെറുതെ വിടുമ്പം ഒരു വാക്കെഴുതും, പ്രോസിക്യൂഷൻ ഫെയിൽ ടു പ്രൂവ് ദി ഒഫൻസ് അഗെയിൻസ്റ്റ് ദി അക്യൂസ്ഡ്. അതാണ് ജഡ്ജ്മെന്റിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ രണ്ടാമത്, പോലീസിനെ പറ്റി ജഡ്ജ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന വസ്തുത ഒരിക്കലും നിയമപരമായി നിലനിൽക്കാത്തതാണ്. കാരണം ഒന്ന് പറഞ്ഞിരിക്കുന്നത്, റിയാസ് മൗലവിയുടെ ഒരു ഫോൺ, അയാളുടെ റൂമിൽ നിന്ന് കണ്ടെടുത്തൊരു ഫോൺ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചില്ലെന്ന്. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം റിയാസ് മൗലവിയുടെ ഫോൺ, അയാള് പ്രഭാഷണം കേൾക്കുന്ന ഒരു ഫോൺ, ഈ കേസുമായിട്ട് എന്താണ് ബന്ധം? ഇനി അതും പോട്ടെ, അങ്ങനെ അതിന് ഏതെങ്കിലും ഫെനാറ്റിക് ഗ്രൂപ്പുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്നൊരു ഡിഫൻസിനൊരു കേസുണ്ടോ? അങ്ങനെ കേസുണ്ടെങ്കിൽ ഡിഫൻസിന് അത് അയച്ചുകൂടെ? അങ്ങനെ ഒരു ഫോൺ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അയച്ചില്ല എന്നുള്ളത് കൊണ്ട് മാത്രം പ്രതികളെ വെറുതെ വിടാനുള്ള ഒരു കാരണമാക്കി എടുക്കാൻ പറ്റുമോ? രണ്ടാമത്തെ കാര്യം, 1-ാം പ്രതിയുടെ ഡ്രസ്സുകൾ, റിയാസിൻ മൗലവി ഇതേ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. മരിച്ച ഉസ്താദിന്റെ ബ്ലഡ് 1-ാം പ്രതിയുടെ ഡ്രസ്സുകളിൽ കാണപ്പെട്ടു എന്നുള്ളത്. അത് 1-ാം പ്രതി നയിച്ചാനയിച്ച വഴിയെ 1-ാം പ്രതി അയാളുടെ വീട്ടിൽ നിന്നും പോലീസിനെടുത്ത് ഹാജരാക്കി കൊടുക്കുന്നു. അതിന് കണ്ട 2 സാക്ഷികളുണ്ട്. അതിൽ ജഡ്ജ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് സ്വതന്ത്ര സാക്ഷികൾ, ഇൻഡിപെൻഡന്റ് സാക്ഷികളില്ല. 1-ാം പ്രതിയുടെ അച്ഛനെയും അമ്മയും ഇൻമേറ്റ്സിനെ ചോദ്യം ചെയ്തില്ല. 1-ാം പ്രതിയുടെ ഡ്രസ്സാണെന്ന് കാണിക്കാനുള്ള DNA അതിൽ നിന്ന് കളക്ട് ചെയ്തില്ല. ഒരു പ്രധാനപ്പെട്ട വസ്തുത ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഇത് 3ഉം പ്രതിഭാഗത്തിന് ഇല്ലാത്തൊരു കേസാണ്. നമ്പർ 1. നമ്പർ 2, 1-ാം പ്രതി തന്നെ ഇത് തൻ്റെ ഡ്രസ്സല്ല എന്ന് നിഷേധിക്കാത്ത കാലത്തോളം എന്തിന് DNA കളക്ട് ചെയ്യണം? 1-ാം പ്രതി തന്നെ സമ്മതിക്കുന്നു, അഡ്മിറ്റഡ് ഫാക്ട് നീഡ് നോട്ട് ബി പ്രൂവ്ഡ് എന്നല്ലേ. 1-ാം പ്രതി തന്നെ സമ്മതിക്കുകയാണ് ഇത് തൻ്റെ ഡ്രസ്സാണെന്ന് സമ്മതിക്കുന്ന കാലത്തോളം അത് വീണ്ടും അതിൽ നിന്ന് DNA സ്വെറ്റ് DNAയോ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള DNA കിട്ടുമോ എന്ന് പരിശോധിക്കേണ്ട വസ്തുത കേരള പോലീസിനുണ്ട് എന്ന് നിയമം വിശ്വസിക്കുന്നില്ല, ഞാനും വിശ്വസിക്കുന്നില്ല. പല തെളിവുകളും ഹാജരാക്കിയെങ്കിലും അതൊന്നും വിധിപ്പകർപ്പിൽ ഉണ്ടായില്ല എന്നുള്ള ഒരു ആരോപണം കൂടെ ഉന്നയിക്കുന്നുണ്ടല്ലോ. ഞാൻ വിശദമായ ഒരു നോട്ട്സ് ഓഫ് ആർഗ്യുമെന്റ്സ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അതിൽ 100ഓളം സാഹചര്യങ്ങളിൽ 87 സാഹചര്യങ്ങൾ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ട് 1 by 1 കോടതിയിൽ ഹാജരാക്കിയതാണ്. ആ സാഹചര്യങ്ങൾ ആർഗ്യുമെന്റ് നോട്ട്സ് ആകുമ്പം അത് ബോൺ പാർട്ട് ഓഫ് ദ റെക്കോർഡ്സ് എന്നാണ്. എന്നാൽ ആ സാഹചര്യങ്ങൾ വിധിപ്പകർപ്പിൽ കാണുന്നില്ല. 2, ഇനി മോട്ടീവ് എന്ന് പറയുന്നൊരു വസ്തുത, മോട്ടീവ് തെളിയിക്കപ്പെട്ടില്ല. 3 സെറ്റ് ഓഫ് മോട്ടീവ് ഉണ്ട് ഈ കേസിൽ. ആ മോട്ടീവ് വളരെ ഫ്ലിംസി ഗ്രൗണ്ടിലാണ് മോട്ടീവ് ഡിസ്ബിലീവ് ചെയ്തിരിക്കുന്നത്. അവിടെയും ഒരു അനേകം റൂളിങ്സിന്റെ കൂടെ, വിധിപ്പകർപ്പുകളുടെ കൂടെ സുപ്രീം കോടതിയുടെ 3 അംഗ ബെഞ്ചിന്റെ ഒരു റൂളിംഗ് ഹാജരാക്കിയിട്ടുണ്ട്. ക്രിമിനൽ കേസിൽ ഇന്റൻഷനും നോളജുമാണ് നോക്കേണ്ടത്, മോട്ടീവ് അല്ല എന്നുള്ളത്. ആ റൂളിങ്ങും വിധിപ്പകർപ്പിൽ കാണുന്നില്ല. ഒരു കേസിൽ എന്താണ്, ഒരു കേസിൽ എന്തെങ്കിലും രീതിയിൽ പ്രതികളെ വെറുതെ വിടാൻ എളുപ്പമാണ്. ഒരു കേസ് നല്ല രീതിയിൽ നടത്തി 7 വർഷക്കാലം പ്രതികൾക്ക് ജാമ്യം നിഷേധിപ്പിച്ചു. 7 വർഷക്കാലം ജുഡീഷ്യറിയും കേരള പോലീസും അതുപോലെ തന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും അതിൻ്റെ പിന്നാലെ ജീവിച്ച് കാസർഗോഡ് സമാധാന അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഒരു ദിവസം ഒരു കോടതി അവരെ വെറുതെ വിട്ടപ്പം ആരോപണം പോലീസിനും പ്രോസിക്യൂട്ടർക്കും തികച്ചും ദൗർഭാഗ്യകരം. അത്രേ പറയാനുള്ളൂ. ഇതൊരു വർഗീയ കൊലപാതകമായിരുന്നു എന്ന് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ വിജയിച്ചു എന്നാണ് പറയുന്നത്. വർഗീയ കൊലപാതകമാണെന്നുള്ളത് സ്പഷ്ടമല്ലേ? 1, 2, 3 പ്രതികളിൽ, അതിൽ 2ഉം 3ഉം പ്രതികളുടെ ടവർ ഡം ഖത്തീബിന്റെ ടവർ ഡമ്പിലേക്ക് എങ്ങനെ വന്നു? 2ഉം 3ഉം പ്രതികളുടെ ടവർ ഡം പള്ളിയുടെ ഉള്ളിൽ എങ്ങനെ വന്നു? ഇതിന് കോടതി കണ്ടെത്തിയിരിക്കുന്നത് എന്താ? ആ ടവർ ഡംപ് ആ ഡിസ്റ്റൻസ് പ്രൂവ് ചെയ്തില്ല എന്ന്. ഡിസ്റ്റൻസ് പറയുന്നത് എന്തിനാ? ഖത്തീബ് കണ്ടിട്ടില്ലേ 2-ാം പ്രതിയെ? 3-ാം പ്രതി 1ഉം 3ഉം പ്രതികളെ ഹമീദ് കണ്ടിട്ടില്ലേ 3-ാം സാക്ഷി? ആ സാഹചര്യത്തിൽ പ്രതികൾക്കൊന്നും പ്രതികൾ പറയണ്ട എന്നാണോ?
ഒരു മിഡ് നൈറ്റിൽ ഒരു ഇൻസിഡന്റ് നടന്നിട്ട് ആ പള്ളിയുടെ തൊട്ടടുത്ത് പ്രതികൾ ഉണ്ടായിരുന്നു എന്നും മറ്റ് സാഹചര്യ തെളിവുകളും റിയാസ് മലയുടെ ബ്ലഡ് അടക്കം ആ പ്രതിയുടെ ശരീരത്തിൽ നിന്നും കിട്ടിയെന്നും പറയുമ്പോൾ ഈ ബേർഡൻ ആരുടെ പ്രോസിക്യൂഷനാണോ ഡിഫൻസിനാണോ? ഒരു സാഹചര്യ തെളിവിൽ ഇതിൽ കൂടുതൽ സാഹചര്യങ്ങൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് പറ്റുമോ? എത്ര അഡീഷണൽ സാക്ഷികൾ ഇതിൽ കൊണ്ടുവന്നു എന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ 7 വർഷക്കാലമായി എത്ര സ്ട്രെയിൻ എടുത്തു, എത്ര സാക്ഷികളെ പോലീസ് സൈറ്റ് ചെയ്യാൻ, എത്ര സാക്ഷികളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സമയബന്ധിതമായതുകൊണ്ട് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. മാക്സിമം കേരള പോലീസ് ചെയ്തു എന്ന് മാത്രമല്ല, അവർക്ക് കണ്ടെത്താത്ത മേഖലയിൽ കൂടെ സഞ്ചരിച്ച് ആ സാക്ഷികളെ കൂടി കോടതിയിൽ കൊണ്ടുവന്ന് വിസ്തരിച്ച് എല്ലാ തെളിവുകളും 97 സാക്ഷികളുടെ എല്ലാ തെളിവുകളും 215 രേഖകളും ഹാജരാക്കി, DNA തെളിവുകളടക്കം ഹാജരാക്കിയിട്ട് മൊബൈൽ ഫോൺ റിയാസ് മൗലവിയുടേത് പരിശോധിച്ചില്ല എന്നും അതുപോലെ തന്നെ ഈ ഒന്നാം പ്രതിയുടെ ഡ്രസ്സിൽ കണ്ട DNA എടുത്തില്ല എന്നുള്ളതും തികച്ചും ദൗർഭാഗ്യകരം. എനിക്കൊന്നേ പറയാനുള്ളൂ, ഇത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധികൾക്കെതിരാണ്. കാരണം സുപ്രീം കോടതി തന്നെ പറയുന്നുണ്ട്, 27 റിക്കവറിയിൽ പ്രൂവ് ചെയ്ത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ക്രിമിനൽ കോടതിയോട് എങ്ങനെയാണ് റിക്കവറി വന്നത് എന്ന് പറയേണ്ടത് പ്രതികളാണ്, പ്രോസിക്യൂഷനല്ല. ആ കാര്യങ്ങളൊന്നും ജഡ്ജ്മെന്റിൽ കാണുന്നില്ല. അതിന് പ്രോസിക്യൂട്ടറെ കൊലവിളിച്ചത് കൊണ്ടോ പോലീസിനെ കൊലവിളിച്ചത് കൊണ്ടോ കാര്യമുണ്ടോ? അതും ആരാണ് ചെയ്യുന്നത്? ഇപ്പോഴും ലീഗിന്റെ അവിടുത്തെ സെക്രട്ടറിയാണ് ഈ പള്ളി കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ആൾ ഹാരിസ് ജോലി. അദ്ദേഹത്തിനോ കൂടെയുള്ള സംഘങ്ങൾക്കോ പ്രോസിക്യൂട്ടറെ കുറിച്ചോ പോലീസിനെ കുറിച്ചോ പരാതിയില്ല. റിയാസ് മൗലവിയുടെ കുടുംബാംഗങ്ങൾക്കും പരാതിയില്ല. പരാതിയുള്ളത് ആർക്കാണ്? ഇവിടുത്തെ ചില രാഷ്ട്രീയ നേരം പോക്കികൾക്ക് മാത്രം. അവർക്ക് മാത്രമേ പരാതിയുള്ളൂ, മറ്റാർക്കും പരാതി. അവരും ഈ കേസിന്റെ വസ്തുത പരിശോധിച്ചിട്ടില്ല. കേസിൽ അട്ടിമറി നടന്നു എന്നാണ് സംശയിക്കുന്നത്. അട്ടിമറി എന്നുള്ള വാക്ക് പോലും എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെയാ ഒരു കേസ് അട്ടിമറി നടക്കുക? ഒരു കേസ് അട്ടിമറി പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും ഭാഗത്ത് നിന്ന് അട്ടിമറികളൊന്നും നടന്നില്ല. അതിന് ഏറ്റവും വലിയ ജീവിക്കുന്ന തെളിവാണ് ഞാൻ ഫയൽ ചെയ്തിരിക്കുന്ന ഈ ആർഗ്യുമെന്റ് നോട്ട്സ്. അതായത് ഈ നോട്ട്സ് ജീവിക്കുന്ന തെളിവാണ്. ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ, പ്രസ്താവന നടത്തുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർ കോടതിയിൽ പോയി ഒരു സർട്ടിഫൈഡ് കോപ്പിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ നോട്ട്സ് കിട്ടും. ഈ നോട്ട്സ് വായിച്ചു കഴിഞ്ഞാൽ പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും ഭാഗത്തു നിന്നും ഒരു അട്ടിമറിയും ഇല്ല എന്ന് വ്യക്തമാവുന്നതാണ്. ഇനി എന്താണ് തുടർ നടപടികൾ? ബാക്കി അട്ടിമറികൾ അന്വേഷിക്കേണ്ടത് ഉയർന്ന ഉന്നത തല ഏജൻസികളാണ്. ബാക്കി അട്ടിമറി എന്താണ് നടന്നിട്ടുള്ളത്, എന്താണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് അന്വേഷിക്കാൻ ഇതിലും ഉയർന്ന ആളുകൾ ഉണ്ടല്ലോ. ഈ കേസ് എന്തായാലും സുപ്രീം കോടതി വരെ എത്തുമല്ലോ. ഒരു കോടതി വിധി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള തോന്നൽ തൽക്കാലം ഷോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനടക്കം ഷോക്കായി പോയതിന് കാരണം എന്താ വെച്ചാൽ പ്രതികൾ പ്രതീക്ഷിച്ചു വരുന്നത് 3 ആളും ശിക്ഷിക്കപ്പെടും. വളരെ ബഹുമാനത്തോടെ പറയട്ടെ, പ്രതികളുടെ ലോയേഴ്സും വിശ്വസിക്കുന്നത് ശിക്ഷിക്കപ്പെടും. അങ്ങനെയുള്ളൊരു കേസിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നിങ്ങളെ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ വിധിപ്പകർപ്പ് പോലും പരിശോധിക്കാതെയാണ് പല രാഷ്ട്രീയ നേതാക്കന്മാരും പല പ്രദേശങ്ങളിൽ നിന്നും ഇതറിയാതെ പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നത്. ഇനി തികച്ചും ദൗർഭാഗ്യകരമാണ്. ഇനി അപ്പീൽ പോകുമോ? എങ്ങനെയാണ് തുടർ നടപടികൾ? തീർച്ചയായും അപ്പീൽ പോകും. കാരണം റിയാസ്, ഞാൻ പറഞ്ഞില്ല, ഒരു കേസിൽ വിക്ടിമിനോ അവരുടെ നടത്തിപ്പുകാർക്കോ അല്ല പരാതി. ഇതിൽ വിക്ടിമിനും നടത്തിപ്പുകാരും കാരണം അവർ 7 കൊല്ലം ഞങ്ങളുടെ കൂടെ ജീവിച്ച ആളുകളാണ്. ഈ കേസിൽ 7 കൊല്ലം കൂടെയുള്ള അവരാണ് ഇതിൽ സംഭവിച്ചത് എന്താണെന്ന് പറയേണ്ടത്. മാത്രമല്ല, ജീവിക്കുന്ന തെളിവുകൾ കോടതിയിലുണ്ട്. ആ കോടതി രേഖകൾ പരിശോധിച്ചിട്ട് പ്രസ്താവന നടത്തുന്നതാണെങ്കിൽ ആ പ്രസ്താവന നടത്തുന്നവരെ ഞാൻ വെല്ലുവിളിക്കുന്നു. പ്രോസിക്യൂഷന്റെയും പോലീസിന്റെയും ഭാഗത്തുനിന്നും ഒരു വീഴ്ച പോലും ഇതിൽ ചൂണ്ടിക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു കേസ് വെറുതെ വിടാനുള്ള വീഴ്ചകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ നിങ്ങൾക്കറിയാലോ ഒരു വസ്തുത, കേരള പോലീസ് ഒരു അന്വേഷണം നടത്തുമ്പം ചില മേഖലകൾ അവർക്ക് സമയബന്ധിതമായി അന്വേഷിക്കാൻ പറ്റിയില്ല എന്ന് വരും. അത് ഒരു പ്രതിയെ വെറുതെ വിടാനുള്ളത് കാരണമായി എടുക്കരുതെന്നും പ്രതിക്കെതിരെ ഹാജരാക്കിയ തെളിവുകൾ പ്രതിക്കെതിരെ സഫീഷ്യന്റ് ആണോ എന്ന് പരിശോധിക്കുകയാണ് കോടതിയുടെ ധർമ്മം. അതല്ല ഇവിടെ നടന്നിരിക്കുന്നത്. എന്നാണ് അപ്പീൽ പോകുന്നത്? ഏത് കോടതിയാണ് സമീപിക്കുന്നത്? വിധിപ്പകർപ്പ് സർട്ടിഫൈഡ് കോപ്പി കിട്ടണം. വിധിപ്പകർപ്പിന്റെ കോപ്പി കിട്ടിയിട്ടുണ്ട്. സർട്ടിഫൈഡ് കോപ്പി കിട്ടിയിട്ട് ഉടനെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ അപ്പീൽ ബോധിപ്പിക്കുന്നതായിരിക്കും. അപ്പീലിൽ തികഞ്ഞ പ്രതീക്ഷയുണ്ട്. കാരണം പിന്നെ ഈ കേസിൽ അതിഭയങ്കരമായൊരു ചലഞ്ച് ഉണ്ടായിരുന്നു. കാരണം തുടക്കത്തിലുള്ള ഒരു ജുഡീഷ്യൽ ഓഫീസറുടെ ഹാൻഡ് റൈറ്റിംഗ് ഒരിക്കലും മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു ഹാൻഡ് റൈറ്റിംഗ് ആയി മാറിയത് പ്രോസിക്യൂഷൻ ഉണ്ടാക്കിയ ഭയങ്കര വെല്ലുവിളിയാണ്. അതിൻ്റെ ജീവിക്കുന്ന തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. അത് അദ്ദേഹം ട്രാൻസ്ഫർ ആയി പോയതിനു ശേഷം, റിട്ടയർ ആയതിനു ശേഷം റീഡബിൾ കോപ്പി പോലും എഴുതാൻ
അത് മനസ്സിലാക്കാൻ പറ്റാത്ത ഓഫീസേഴ്സ്, കോർട്ട് സ്റ്റാഫ്, അവരതിൽ എഴുതി വെക്കുന്ന തെറ്റുകൾ, എത്രയോ ചലഞ്ചസ്, തുറന്നു പറയാൻ പറ്റാത്ത എത്രയോ ചലഞ്ചസ് ഫേസ് ചെയ്തുകൊണ്ടാണ് മുമ്പോട്ട് പോയത് 7 വർഷക്കാലം. അതിനിടയ്ക്ക് എത്രയോ പ്രാവശ്യം ഹൈക്കോടതിയുടെയും ജില്ലാ കോടതിയുടെയും വാതിലുകൾ മുട്ടി അവർ ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തെങ്കിലും ഓരോ ബെയിൽ ആപ്ലിക്കേഷനും അതാത് സമയങ്ങളിൽ പോലീസും പ്രോസിക്യൂഷനും കറക്റ്റ്ലി ഫോളോ ചെയ്തു, കോടതിയെ ധരിപ്പിച്ചു, ജാമ്യം നിഷേധിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ഒത്തുകളി 7 വർഷം മുമ്പേ തുടങ്ങിക്കൂടെ? പോലീസിനും പ്രോസിക്യൂഷനും ഈ ലാസ്റ്റ് മൊമെന്റിൽ വന്നിട്ട് വിടാൻ വേണ്ടിയിട്ട് ഒത്തുകളിക്ക് വേണം? അല്ലെങ്കിൽ എങ്ങനെയാണ് ഒത്തുകളിക്കാൻ പറ്റുക? രേഖകളെല്ലാം കോടതിയിൽ ഹാജരാക്കിയ ഒരു കേസിൽ ഒരു ന്യായാധിപനല്ലേ അതിൻ്റെ വസ്തുതകൾ പരിശോധിക്കേണ്ടത്? പോലീസും പ്രോസിക്യൂഷനും ഒത്തുകളിച്ചുകൊണ്ട് കാര്യമുണ്ടോ? അതിൽ എന്തെങ്കിലും പ്രസ്താവന നടത്തുക. എന്താ വെച്ചാൽ പിണറായി സർക്കാരിനെതിരായിട്ടുള്ള ഒരു പ്രസ്താവനയായിട്ട് ഞാൻ കാണുന്നു. പക്ഷേ ആ പിണറായി സർക്കാരിനെതിരായിട്ടുള്ള പ്രസ്താവനയിലൂടെ ഇവർ തൂക്കിലേറ്റുന്നത് വീണ്ടും റിയാസ് മൗര്യയുടെ കുടുംബത്തെയും ആ കുടുംബത്തിൻ്റെ കൂടെ നിന്ന സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെയും പോലീസിനെയുമാണ്. റിയാസ് മൗലവിക്കും കുടുംബത്തിനും നീതി ലഭ്യമാകുന്നവരെ നിയമപോരാട്ടം തുടരുമെന്ന് തന്നെയാണ് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കുന്നത്. വൈകാതെ തന്നെ ഹൈക്കോടതിയിൽ അപ്പീൽ പോകുമെന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. കോഴിക്കോട് നിന്ന് മനു ദാമോദരനൊപ്പം സമീർ സി മുഹമ്മദ്, 24.